Eat the same thing for the next 6 months, like 3 times a day. I have no issues. I'm not a big fanatic on taste. मुझे उससे कुछ फर्क नहीं पड़ता. വിരാട് കോഹ്ലിയുടെ വളർച്ചയ്ക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് അദ്ദേഹത്തിന്റെ ഡിസിപ്ലിനാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവലൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു കളിയിലും ഫോം ആകാത്ത ഒരു ഘട്ടമുണ്ടായി. ആ സമയത്ത് അദ്ദേഹം ടീമിൽ നിന്നും പുറത്താകുമോ എന്നവർ ചിന്തിച്ച ആരാധകരുണ്ട്. അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന വിരാട് കോഹ്ലിയായിട്ട് അദ്ദേഹം വളരാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം. ഡിസിപ്ലിൻ, കൃത്യമായി ഡയറ്റ് നോക്കുക, കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. അതും ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാൾ, ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾ. അപ്പോൾ കുറച്ച് ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, വിരാട് കോഹ്ലിക്കൊക്കെ എന്തിനാണ് ടെൻഷൻ, ഇഷ്ടം പോലെ കാശുണ്ട്, അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നതിനൊക്കെ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്. അത് നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു 100 മീറ്റർ ഓട്ടത്തിലെങ്കിലും നിങ്ങൾ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, ആ 100 മീറ്റർ ഓട്ടത്തിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് മുതൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മുതൽ ആ ഗെയിം കഴിയുന്നിടം വരെ നമ്മുടെ മനസ്സിലൊരു പ്രഷറുണ്ട്, ടെൻഷനുണ്ട്. സോ എങ്ങോട്ടും നമ്മുടെ മൈൻഡ് കൺവേർട്ട് ആക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, കറക്റ്റ് ഡയറ്റ് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താലേ നമുക്കൊരു ഗെയിം ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ആൾക്ക് എന്തുമാത്രം പ്രഷർ കാണുമെന്ന്. സോ വിരാട് കോഹ്ലിയുടെ വളർച്ചയിൽ നമ്മൾ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറ്റീഷ്യനോട് ഞാൻ ഈ ഫുഡെല്ലാം കഴിച്ചു മടുത്തു, ഈ ഡയറ്റ് ഒന്ന് മാറ്റിത്തരുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ ഡയറ്റീഷ്യനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ചിലർ, ഞാൻ എൻ്റെ ക്ലയൻസിനെ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, 2 ദിവസം കഴിയുമ്പോഴേ ചോദിച്ചു തുടങ്ങും, ചേട്ടാ ഈ ഫുഡൊന്ന് മാറ്റി, ആ ഫുഡ് കഴിച്ചോട്ടെ, ഈ ഡയറ്റ് ഒന്ന് മാറ്റിത്തരാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീക്ക്ലി ചീറ്റ് മീൽ. അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോഴോ, പാർട്ടിക്ക് പോകുമ്പോഴോ, ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേന് ഈ ഇടയ്ക്ക് 1-2 ദിവസം ഞങ്ങൾ ചീറ്റ് മീൽസ് ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിനും നമുക്ക് വിരാട് കോഹ്ലിയെ തന്നെ കമ്പയർ ചെയ്യാം. അദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഇല്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ഫാമിലി ഫംഗ്ഷൻസ് ഇല്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ 0.1% നമുക്കുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുന്ന ഫംഗ്ഷൻ്റെ 0.1% ഫംഗ്ഷൻസ് നമുക്കുണ്ടോ? എന്നിട്ടും അദ്ദേഹം ഒരു ഡയറ്റ് തുടങ്ങിയാൽ കൃത്യം 6 മാസമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യും. ഇടയ്ക്ക് ചീറ്റ് മീൽ എന്ന പരിപാടിക്കൊന്നും അദ്ദേഹം പോകാറില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ കണ്ടെത്തിയത്, ഈ വലിയ ആളുകൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർ പങ്കെടുക്കുന്നു, ബാക്കിയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്ത് കളയുന്നു. നിങ്ങളൊരു മുറിക്കകത്ത് കഥ കടച്ചിരുന്നിട്ടൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കളയുന്ന, നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ടും ചെയ്യാൻ സമ്മതിക്കാത്ത, നിങ്ങളുടെ ജീവിതത്തിലെ ഡിസിപ്ലിൻ കറക്റ്റായിട്ട് നോക്കാൻ സമ്മതിക്കാത്ത ഫ്രണ്ട്ഷിപ്പ് എന്തിനാണ് നിങ്ങൾക്ക്? നമ്മളുടെ ഹെൽത്തിനേക്കാളൊക്കെ വലുതാണോ നമുക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ്? അങ്ങനെ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാനും പാർട്ടിക്കും പോയിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് അദ്ദേഹം വരില്ലായിരുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന 1% ആളുകൾ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൂടെ കാണില്ല. ഇത് ഞാൻ അനുഭവസ്ഥനാണ്. അതുകൊണ്ട് ഒഴിവാക്കേണ്ടതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, വേണ്ടതിനെ മാത്രം എടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ അച്ചീവ് ചെയ്യാൻ നോക്കൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നോക്കൂ. നിങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും അത് പറ്റും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. സീ യു.